ഈ സർക്കാർ ആശുപത്രിയിൽ എന്തുകൊണ്ട് മന്ത്രിമാർ പോകുന്നില്ല, രാഷ്ട്രീയക്കാർ പോകുന്നില്ല എന്നൊക്കെ നിങ്ങൾ ചോദിക്കണില്ലേ? എന്നാൽ അതൊക്കെ അവിടെ വെച്ചോളൂ കേട്ടോ. സർക്കാർ ആശുപത്രിയിൽ നമ്മളെ വീണ ജോർജ് മന്ത്രി ഇന്നലെ ബ്ലഡ് പ്രഷർ കൂടി അഡ്മിറ്റ് ആയിരുന്നു. നമ്മൾ അടച്ചിട്ടിരുന്ന താഴത്തെ ടോയ്ലറ്റിന്റെ ഭാഗമാണ് അവിടെ ഇപ്പോൾ ഇടിഞ്ഞു വീണതായിട്ട് കാണുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു ബിൽഡിംഗ് വീണ് ഒരു സ്ത്രീ മരിച്ച സംഭവം എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ വെള്ളവും വെളിച്ചവും ഉള്ള ഒരു ബിൽഡിംഗ് എങ്ങനെ ഉപയോഗശൂന്യമായ ഒരു ബിൽഡിംഗ് ആവുക അല്ലേ? ഒരു കെട്ടിടം ഉപയോഗശൂന്യമാണ്, അവിടേക്കുള്ള പ്രവേശനം നിരോധിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നത് ബാരിക്കേഡ് ചെയ്തോ അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം റിബൺ കെട്ടിയോ തിരിക്കണം, അപകടാവസ്ഥ വ്യക്തമാക്കണം. ഇനി അതില്ലെങ്കിൽ പോലും അവിടെ വെള്ളവും വെളിച്ചവും ഉണ്ടാവില്ല. വെള്ളവും വെളിച്ചവും അടക്കമുള്ള ഈ 3 നിലയിലെ ഒരു ബാത്റൂം ഒഴികെ ബാക്കി 2 തുറന്നിരുന്നു. അത് ആൾക്കാർ നിരന്തരം ഉപയോഗിച്ചിരുന്നു എന്ന് രോഗികൾ പലരും പറയുന്നുണ്ട്. നിങ്ങൾ ഉപയോഗിച്ചിരുന്നു? ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പൊ അതിന് തൊട്ട് മുമ്പ് ഞാൻ ഉപയോഗിച്ചിട്ട് പോയതാ. നിങ്ങൾ കയറിയിരുന്നു, ഇന്നലെ വരെ ഞാൻ കയറിയത്. ഞാൻ ചാണ്ടിയമ്മൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ ഒരു വാർഡുകളിലൊക്കെ പോയി അന്വേഷിച്ച് നോക്കിയാൽ പറയല്ലേ ആരെങ്കിലും മിസ്സിംഗ് ഉണ്ടോ എന്നുള്ള കാര്യം. കാരണം ആ ഒരു ബ്ലോക്കുമായി ബന്ധപ്പെട്ട ഭാഗത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാമല്ലോ. ആ വാർഡ് ഒന്ന് സന്ദർശിച്ചാൽ അറിയാം. അവിടെ മുഴുവൻ സാധനങ്ങൾ ഇരിക്കുന്നു. 3 നിലയിലും ആളുണ്ടെന്ന് നമുക്കറിയാം. ജസ്റ്റ് നോക്കിയാൽ ഒരു ബാത്റൂമിൽ ലൈറ്റ് കിടക്കുക പോട്ടെ, അവിടെ വീണ് കിടക്കുന്ന രോഗി, ആ രോഗിയോട് ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ കുളിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇത് ഇടിഞ്ഞു വീഴുന്നത്. ജസ്റ്റ് ചോദിച്ചാൽ മതിയല്ലോ, ആരോടെങ്കിലും ഒരു വാക്ക് ചോദിച്ചാൽ മതിയല്ലോ, പറഞ്ഞാൽ മതിയല്ലോ. ഇവരെ വിശ്വസിച്ചു. എന്തുകൊണ്ട് ഈ വീണ് കിടക്കുന്ന 4 പേരോട് ചോദിച്ചില്ല? 4 പേരല്ലാതെ ഒരാൾ മിസ്സിംഗ് ഉണ്ടെന്ന് അവിടെ ഇൻഫർമേഷൻ ഉണ്ട്. അതിനെങ്ങനെയല്ലേ മറ്റുള്ളവർ പറയണമെന്നും കേൾക്കില്ലല്ലോ. മോളിൽ നിന്നുള്ള ഓർഡർ കിട്ടിയാൽ തന്നെ അല്ലേ ഇപ്പം അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? അതുകൊണ്ട് ഇപ്പോൾ 2 മണിക്കൂർ വൈകി ഒരാൾ മരിച്ചു. വളരെ സ്തുത്യർഹമായിരുന്നു ചാണ്ടിയമ്മൻ ചെയ്തത്. അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് ഇതിനകത്ത് ആളുണ്ട്, ഇതിനെ ഉണ്ടോന്ന് പരിശോധിക്കണം. അപ്പോൾ പോലും ഇവർ ഡിനയലിലാണ്. അവർക്ക് ചിലപ്പോൾ ഉദ്യോഗസ്ഥർ പറഞ്ഞു കൊടുത്തതായിരിക്കും. ആ സംഭവം ഹാരിസ് ഡോക്ടറുടെ പ്രശ്നം ഏകദേശം ഒന്ന് കുറഞ്ഞു വരികയായിരുന്നു. മന്ത്രി വീണ ജോർജ് ഒന്ന് ശ്വാസം വിട്ടപ്പോഴേക്കിനും അടുത്ത പ്രശ്നവും കിട്ടി. ഇന്നലെ പോണ പോക്കിൽ ബ്ലഡ് പ്രഷർ ഒന്ന് കൂടിയിട്ട് നമ്മളെ ഡോക്ടറെ ഗവൺമെൻറ് താലൂക്ക് ആശുപത്രി, ശ്രദ്ധിക്കണം, ഗവൺമെൻറ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടാട്ടോ പോയത്. മുഖ്യമന്ത്രി വീണ ജോർജ് ഇപ്പോൾ പക്ഷേ ദേഹാസ്വാസ്ഥ്യത്തോടൊന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത്. 7:15 കൂടിയാണ് മന്ത്രി വീണ ജോർജിനെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇവിടെ നിന്നും തിരുവനന്തപുരത്തേക്ക് മടങ്ങുന്ന വഴിയാണ് മന്ത്രിക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്.